എവ്രിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 സയൻസൊക്കെ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയുണ്ടാവും. പലരും നമ്മളെ പേടിപ്പിക്കാനും കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ അത്ര പേടിക്കാനൊന്നുമില്ല. നമുക്കിങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് പഠിച്ചു പോകാം. നമ്മളൊക്കെ ഇല്ലേ? ഓക്കെ, നമ്മുടെ ബയോളജിയുടെ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ പേടിയാണ്. വലിയ ടെക്സ്റ്റാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ആദ്യം തന്നെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് കാണുന്നതെങ്കിലോ എന്താലേ സുഖം, ആഹാ സുഖം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററിലേക്ക് കയറിയാലോ. ആദ്യത്തെ ചാപ്റ്റർ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, ദ ലിവിങ് വേൾഡ്. എന്താണ് ലിവിങ് വേൾഡ്? All the living things in this world is collectively called as the living world. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ലിവിങ് തിങ്സിനെയും നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നതാണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ ലിവിങ് മാത്രമല്ല, നോൺ ലിവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട് ഇല്ലേ? ലിവിങ്ങും ഉണ്ട്, നോൺ ലിവിങ്ങും ഉണ്ട്. ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പെണ്ണ് നോൺ ലിവിങ് അല്ലേ, നമുക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ ലിവിങ് ആണല്ലോ, ഒരു പ്ലാന്റ് ലിവിങ് ആണ്. സോ വാട്ട് ആർ ദി കണ്ടീഷൻസ് ദാറ്റ് ഡിഫൈൻ എ ലിവിങ് ആൻഡ് എ നോൺ ലിവിങ്? സോ നമുക്ക് നോക്കുവാണെങ്കിൽ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ലിവിങ്ങും ഉണ്ട്, നോൺ ലിവിങ്ങും ഉണ്ട്. എന്താണ് ഒരു ലിവിങ് തിങ് എന്ന് പറയുന്നത്? കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തത് ഗ്രോത്ത്. ഗ്രോത്ത്, ഒരു ലിവിങ് തിങ് മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്, സോ വി ആർ ലിവിങ്. പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്, സോ ദേ ആർ ഓൾസോ ലിവിങ്. എല്ലാ ഗ്രോ ചെയ്യുന്ന കാര്യങ്ങളും ലിവിങ് ആണെന്ന് അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? ആടുജീവിതം സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, മരുഭൂമി കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മണൽക്കാറ്റ് വീശിയപ്പോൾ മരുഭൂമിയുടെ എൻ്റയർ സ്ട്രക്ചർ മാറിയില്ലേ? കാരണം എന്താ? അവിടെയുള്ള ചെറിയ ചെറിയ മണൽക്കൂനകൾ, സാൻഡ് ഡ്യൂൺസ് എന്ന് പറയും. അവർ മണൽ വന്ന് അടിയുന്നതിനനുസരിച്ച് അവരുടെ ഹൈറ്റും അവരുടെ ഷേപ്പും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഒരു കുന്ന്, മണ്ണ് അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് കുന്നിൻ്റെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ അതും ഗ്രോ ചെയ്യുകയാണെന്ന് നമുക്ക് പറയാലോ. സോ നോൺ ലിവിങ് തിങ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെറ്റീരിയൽസ് വന്ന് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. എന്നാൽ ലിവിങ് തിങ്സിൻ്റെ ഗ്രോത്തോ ഇൻറ്റേർണൽ ആയിരിക്കും. സോ വി കനോട്ട് ഡിഫൈൻ എ ലിവിങ് തിങ് ബൈ ഗ്രോത്ത്. നമുക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് ഒരിക്കലും ഒരു ലിവിങ് തിങ്ങിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റീപ്രൊഡക്ഷൻ. യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ? ഒരു ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ പറ്റുക. ഹ്യൂമൻസിനാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, പ്ലാന്റ്സിനാണെങ്കിലോ പുതിയ ചെടികൾ ഉണ്ടാവുന്നില്ലേ, വിത്തുകൾ ഉണ്ടാവുന്നില്ലേ? എല്ലാം ഓസ്പ്രിങ്സ് ആണ്. ഒരു പുതിയ തലമുറ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജനറേഷനിൽ നിന്ന് ഒരു പുതിയ ജനറേഷൻ ഉണ്ടാവുന്നു. അതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു നോൺ ലിവിങ് തിങ്ങിന് റീപ്രൊഡക്ഷൻ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ലിവിങ് തിങ്ങിന് മാത്രമാണ് റീപ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ടേബിൾ ഒരിക്കലും ഒരു റീപ്രൊഡക്ഷൻ പോസിബിൾ അല്ല. ഒരു റോക്കിന് റീപ്രൊഡക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതാണ് പറയുന്നത്. എന്നാലും എക്സെപ്ഷൻ, എല്ലാത്തിനും ഓരോ എക്സെപ്ഷൻ കാണുമല്ലോ. നമ്മൾ എക്സെപ്ഷൻ നോക്കുവാണ്. അതായത് എല്ലാ ലിവിങ് തിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ചില ഓർഗാനിസത്തിന് റീപ്രൊഡ്യൂസിങ് എബിലിറ്റി ഉണ്ടാവില്ല. ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് തന്നെ. ഹ്യൂമൻ ബീൻസിനും ഉണ്ടല്ലോ സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ. സ്റ്റെറൈൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് തന്നെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ലോസ്റ്റ് എന്നുള്ള ഒരു കണ്ടീഷനാണ്. അവർ ലിവിങ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് തിങ്സ്. എന്നാലും നമുക്ക് പറയാം ഒരു പരിധി വരെ റീപ്രൊഡക്ഷൻ ആൻഡ് മെറ്റബോളിസം ഈസ് കംപ്ലീറ്റ്ലി എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് തിങ്സ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാവിധ കെമിക്കൽ റിയാക്ഷൻസിനെയും നമുക്ക് കളക്റ്റീവ്ലി മെറ്റബോളിസം എന്ന് വിളിക്കാൻ പറ്റും. മെനാബോളിക് റിയാക്ഷൻസ്, കെറ്റബോളിക് റിയാക്ഷൻസ്, ഇവരെയൊക്കെ നമുക്ക് കളക്റ്റീവ്ലി മെറ്റബോളിസം എന്ന് പറയാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഒരു ലിവിങ് ബോഡിയിൽ മാത്രമേ ഒരു മെറ്റബോളിക് റിയാക്ഷൻ നടക്കുകയുള്ളൂ. ആൻഡ് നോൺ ലിവിങ് തിങ്സിൽ ഒരിക്കലും മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ്
കോൺഷ്യസ്നസ്. ഒരു ലിവിങ് തിങ് എപ്പോഴും അതിൻ്റെ എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അതിന്. അല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് അത് കോൺഷ്യസ് ആയിരിക്കും ഓൾവേസ്. ഓക്കെ, പ്ലാന്റ്സ് ആണെങ്കിൽ ഇപ്പം സൺലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ്. ഓക്കെ, നല്ലൊരു ചെടി, അതിന് നമ്മളൊരാഴ്ച വെള്ളം ഒഴിച്ചില്ല, അത് റെസ്പോണ്ട് ചെയ്യില്ലേ? ഒന്നെങ്കിൽ അത് വാടിപ്പോവും, അല്ലെങ്കിൽ അത് ഡെഡ് ആവും, അല്ലേ? ആൻഡ് നെക്സ്റ്റ് ഇസ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെൽസ് ഉണ്ടാവും, ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും ഒരു ലിവിങ് തിങ്ങിന്. ഓർഗൻ സിസ്റ്റം എന്ന് നമുക്ക് എല്ലാ ലിവിങ് തിങ്ങിനെയും ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, ഓർഗൻ സിസ്റ്റം അങ്ങനെയൊന്നും ഇല്ലാത്ത. സെല്ലുലാർ ഓർഗനൈസേഷൻ, ഒരു സെല്ലുണ്ടാവും. ലിവിങ് തിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ബോഡി, പ്ലാന്റ് ബോഡി, അനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഡിഫൈൻ എ ലിവിങ് ഓർഗാനിസം, ഒരു ലിവിങ് തിങ്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, കോൺഷ്യസ്നസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ. ദാ നോക്കിക്കേ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, metabolism, cellular organization and consciousness. So we can define a living organism. Living organisms are self-replicating, evolving and self-interactive systems capable of responding to the external stimuli. So that's it about living organism or a living thing. ഇനി നമ്മൾ അങ്ങോട്ട് ചാപ്റ്ററിലേക്ക് ഐശ്വര്യമായിട്ട് കാലെടുത്ത് വെക്കുകയാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് എന്താണെന്ന് പറഞ്ഞു, ലിവിങ് തിങ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി അവിടെയുള്ള ഡൈവേഴ്സിറ്റി. വാട്ട് ഡു യു മീൻ ബൈ ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ്, ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം, ഇതിനൊക്കെ നമുക്ക് ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റും. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം. ഒരൊറ്റ ഓർഗാനിസമേ ഉള്ളൂ ഈ ഭൂമിയിൽ, അതുപോലെ ഒരൊറ്റൊന്നും യുണീക്ക് പീസ്, അതിനെ നമുക്ക് ഡൈവേഴ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഈ ഭൂമിയിൽ എൻറ്റയർലി യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നാൽ നമുക്കതിനെ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റും. ബയോഡൈവേഴ്സിറ്റി, ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്, ഡിഫറെൻറ്റ് നമ്പർ, അതിനെയൊക്കെയാണ് നമ്മൾ കളക്റ്റീവ്ലി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വേൾഡിൽ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, ഒരുപാട് നമ്പറുണ്ട്. ഭൂമി മുഴുവൻ ഇഷ്ടം പോലെ നമ്മൾ കണ്ടതും പഠിച്ചതും പഠിക്കാത്തതും നമുക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ലിവിങ് തിങ്സ് ഉണ്ട്. ഇതിനെയൊക്കെ പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു പ്ലാന്റ് എടുത്തിട്ട് അതിൻ്റെ പേരെന്താ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ഓർഗാനിസം എടുത്തിട്ട് അതിൻ്റെ പേരെന്താണ്, അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങും? ഒരു തലയും വാലും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് സയൻറ്റിഫിക് സ്റ്റഡീസ് എന്തിനാണ് നടക്കുന്നത്? പുതിയ പുതിയ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാനും അവരെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. അവരെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഡൈവേഴ്സിറ്റി പഠിച്ചു, അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പഠിക്കാനുള്ള ചില പൊടിക്കൈകൾ. ആദ്യമായിട്ട് നമ്മളെല്ലാവരും എല്ലാ തിങ്സിനെയും എല്ലാ സ്ഥലത്തും ഒരേ പേരിലാണോ വിളിക്കുക? ഒരിക്കലും അല്ല. ഇപ്പം നമ്മുടെ പേര് തന്നെ നോക്കിക്കേ, നമുക്കൊരു ഒറിജിനൽ നെയിം ഉണ്ടാവും, നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ, നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള ഒരു പേര്. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പേരുണ്ടാവും, നമുക്ക് വേറെ ടൈറ്റ് ഉണ്ടാവും. നമ്മളെ പാരൻസോ ചില ഓമന പേരൊക്കെ വിളിക്കും, അല്ലേ? നമ്മുടെ നാട്ടുകാർക്ക് വേറെ പേരായിരിക്കും. അങ്ങനെ പല പേരുകളിൽ ഒരാൾ അറിയപ്പെടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിനൊരു യൂണിഫോമിറ്റി കിട്ടുമോ? എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് നാട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞാൽ അവർക്ക് ആരാന്ന് പോലും അറിയലുണ്ടാവില്ല, ഇല്ലല്ലോ. ഇനി വീട്ടുകാരെടുത്ത് പോയിട്ട് ഫ്രണ്ട്സ് വിളിക്കുന്ന ടൈറ്റ് പേര് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന, എവിടെ പോയാലും ഇതാണ് ആ ഇൻഡിവിജ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു പേര് വേണം, നമ്മുടെ ഒഫീഷ്യൽ നെയിം. അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടാവുക. എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഒഫീഷ്യൽ നെയിം. അതുപോലെ എല്ലാ ഓർഗാനിസത്തിനും അതുപോലൊരു ഒഫീഷ്യൽ നെയിം വേണം. ഈ ഒരു പ്ലാന്റ് ഇതെന്താണ്? പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളുണ്ടാവും, എല്ലാവരും പല അവർ പറയുന്ന പേരുകളൊക്കെ പറയുന്നുണ്ടാവും. ഇപ്പോൾ ശരിക്കും എന്താ ഇത്? ഞാനൊക്കെ
മരച്ചീനി എന്ന് പറയാറില്ല, പൂള അല്ലെങ്കിൽ ചിലവർ കിഴങ്ങ് എന്ന് പറയും. ടപ്പിയോക്ക എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക അല്ലേ. മരച്ചീനി, പൂള, ടപ്പിയോക്ക. ശരിക്കും എവിടെ പോയാലും ഇതെന്താന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു പേരുണ്ട്, അതാണ് മാനിഹോട്ട് എസ്കുലൻറ്റ. മാനിഹോട്ട് എസ്കുലൻറ്റ. സോ ദിസ് is the scientific name of tapioca. ടപ്പിയോക്കയുടെ സയൻറ്റിഫിക് നെയിമാണ്. ഇതിപ്പം വയനാട്ടിൽ പോയാലും തമിഴ്നാട്ടിൽ പോയാലും ജമ്മു കാശ്മീരിൽ പോയാലും മാനിഹോട്ട് എസ്കുലൻറ്റ എന്ന് പറഞ്ഞാൽ മാനിഹോട്ട് എസ്കുലൻറ്റ ആണ്. ഇനി അമേരിക്കയിൽ പോയി പറഞ്ഞാലും ഇത് ഈ പ്ലാന്റ് ആണ്. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. നോമൻക്ലേച്ചർ, പേര് നൽകുക. ഗിവിങ് സയൻറ്റിഫിക് നെയിം. Naming of living organisms such that a particular organism is known by the same name all over the world. Known by the same name all over the world. ലോകത്തെവിടെ പോയാലും ഈ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് ഈ ഒരു പേര് മാത്രമാണ് ഉണ്ടാവുക. സോ ദിസ് പ്രോസസ് ഇസ് നോമൻക്ലേച്ചർ. ഇനി നോമൻക്ലേച്ചർ ചെയ്യണമെങ്കിൽ, നമുക്കൊരു പേരിടണമെങ്കിൽ തോന്നിയ പോലെ പേരിടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ചെമ്പരത്തിൻ്റെ കൊമ്പെടുത്തു, എന്നിട്ട് ചെമ്പരത്തി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആരും. ഇമാജിൻ, സപ്പോസ് ഈ ഒരു ചെമ്പരത്തിൻ്റെ കൊമ്പെടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്. ഞാൻ പേരിട്ടു ഹിബിസ്കസ് റോസ സൈനൻസിസ്. ഒറിജിനലായിട്ട് സയൻറ്റിഫിക് നെയിം ചെമ്പരത്തിയുടെ അതാണ് കേട്ടോ, ഹിബിസ്കസ് റോസ സൈനൻസിസ്. ഇനി നാളെ മറ്റന്നാൾ നിങ്ങളോട് ഞാൻ ഈ ഒരു ഹിബിസ്കസ് റോസ സൈനൻസിസ് പറിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചാൽ ഞാനൊരു ഫോട്ടോയും അയച്ചു, ഇതാണ് ആ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹിബിസ്കസിനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എത്ര ചെടികളുണ്ടാവും ഇല്ലേ? ഞാൻ ഇട്ട ഈ ചെടി തന്നെയാണ് നിങ്ങൾ അവിടെ പോയി പറിക്കുന്നതെന്നുള്ളത് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതുപോലെ തോന്നിക്കുന്ന പല ചെടികളും ഉണ്ടാവും. ഇപ്പം ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു ഫ്രൂട്ടാണെങ്കിൽ കാട്ടിൽ പോയാൽ, കാടെന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിറ്റി കൂടിയതുകൊണ്ട് ഞാൻ കാട് എക്സാമ്പിൾ പറഞ്ഞാണ്. കാട്ടിൽ പോയാൽ അതിനെപ്പോലെ തോന്നിക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ചിലപ്പോൾ വിഷക്കായൊക്കെ ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെ ഒരുപോലെ തോന്നിക്കുന്നത് ഉള്ളതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. ഹിബിസ്കസ് ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ പേര് ഹിബിസ്കസ് റോസ സൈനൻസിസ് ആണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ എഴുതി ഇതിൻ്റെ ലീഫ് ഇതുപോലെയാണ്, ഇന്ന ആകൃതിയാണ്, അതിൻ്റെ പെറ്റൽസ്, ഇതളുകളില്ലേ, പെറ്റൽസ് 5 പെറ്റൽസ് ഉണ്ട്, 5 സെപ്പൽസ് ഉണ്ട്, റെഡ് കളേർഡ് ആണ് പെറ്റൽസ്, പിന്നെ സ്റ്റേമൻസ് ഉണ്ട്, ആന്തേഴ്സ് യെല്ലോ ആണ്, പോളൻ യെല്ലോ ആണ്. ഇങ്ങനെ ഞാൻ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വേര് മുതൽ അതിൻ്റെ അറ്റം വരെ ഡിസ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴെല്ലാവർക്കും ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പമാവില്ലേ? ഈ ഒരു പ്രോസസ്സാണ് ഐഡൻറ്റിഫിക്കേഷൻ. ദ ഡിസ്ക്രൈബിങ് എൻ ഓർഗാനിസം കറക്റ്റ്ലി ഫോർ നോമൻക്ലേച്ചർ ആൻഡ് വി നോ to what organism the name is attached to. To what organism the name is attached to. ഏത് ഓർഗാനിസത്തിനാണ് ഈ പേരിട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അങ്ങനെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊരു പ്രോസസ്സാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഇത് നോമൻക്ലേച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, നമുക്ക് അങ്ങനെ തോന്നിയ പോലെയൊന്നും പേരിടില്ല. അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ, ഞാൻ അത്ര എഴുതുന്നുള്ളേ. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അതിൽ ബൊട്ടാണിക്കൽ നോക്കിക്കേ, ബൊട്ടാണിക്കൽ ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. നിങ്ങൾ 10 വരെ പഠിച്ചപ്പോഴൊന്നും ബോട്ടണി എന്ന് പറഞ്ഞിട്ട് ബയോളജിയുടെ ഭാഗമായിട്ട് വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ബയോളജിയിൽ 2 ബ്രാഞ്ചായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും, ബോട്ടണി, സുവോളജി. ബോട്ടണി എന്ന് പറയുന്നത് മെയിനായിട്ടും പ്ലാന്റ്സിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സുവോളജി എന്ന് പറയുമ്പോൾ ആനിമൽസ്, ഓർഗാനിസം അവരൊക്കെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഇല്ലേ, നമ്മൾ സുവോളജിക്കൽ പാർക്കില്ലേ, സുവോളജിക്കൽ പാർക്കിൽ സൂവിലൊക്കെ ആനിമൽസിനെയാണ് കൂടുതലായിട്ടും പ്രദർശിപ്പിക്കുന്നത്, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്ലാന്റ്സിനെയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതായത് പ്ലാന്റ്സിന് നെയിം നൽകുന്ന ഏജൻസി. നെക്സ്റ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ, ഞാൻ എഴുതുന്നില്ല, സുവോളജിക്കൽ നോമൻക്ലേച്ചർ. സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്താണെന്ന് പഠിച്ചു, ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, ആൻഡ് രണ്ട് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആൻഡ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ആൻഡ് മൂവ് ഓൺ. വാട്ട് ഈസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? നോമൻക്ലേച്ചർ പലതരത്തിലുണ്ട് പേരിടുന്നത്. ഒന്നെങ്കിൽ നമ്മളൊക്കെ ചിലവർക്ക് ഉണ്ടാവും ഒറ്റ പേര്, ചിലർക്ക് രണ്ട് പേരുണ്ടാവും. എക്സാമ്പിൾ എങ്ങനെയാണ് പറയുക? ചിലർ നമ്മുടെ അത് പറയണ്ട, നായർ ഒക്കെ കൂട്ടി പറയില്ല, രണ്ട് പേരുണ്ടാവും ചിലവർക്ക്. ചിലവർക്ക് ഒരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ. ഫാത്തിമ എന്നൊക്കെ കൂട്ടിയിട്ട് ചിലർ പേരിടില്ലേ, അതുപോലെ നമ്മുടെ സയൻറ്റിഫിക് നെയിമിനും രണ്ട് പേരുള്ള ഒരു മെത്തേഡുണ്ട്, രണ്ട് പേരിടുന്ന ഒരു മെത്തേഡ്. അതിനെയാണ് ബൈനോമിയൽ. ബൈ യൂണി, ബൈ, ട്രൈ, ടെട്ര, പെൻഡ, ഹെക്സ, ഹെപ്റ്റ, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? യൂണി എന്ന് പറഞ്ഞാൽ 1, ബൈ എന്ന് പറഞ്ഞാൽ 2, ട്രൈ എന്ന് പറഞ്ഞാൽ 3, ടെട്ര എന്ന് പറഞ്ഞാൽ 4, പെൻഡ എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ബൈനോമിയൽ രണ്ട് ടേംസ് വെച്ചിട്ടുള്ള ഒരു പേര്, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈച്ച് സയൻറ്റിഫിക് നെയിം ഹാസ് 2 കോമ്പണൻസ്. ഓരോ സയൻറ്റിഫിക് നെയിമിനും 2 കോമ്പണൻസ് ഉണ്ട്. ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും. The system of providing a name with 2 components is called binomial nomenclature. For example, നോക്കിക്കേ, മാഞ്ചിഫെറ ഇൻഡിക്ക. നോക്കിക്കേ, മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ എന്താണ്? ജനറിക് നെയിമാണ്. ഇൻഡിക്കയാണ് സ്പെസിഫിക് എപ്പിത്തറ്റ്. മാഞ്ചിഫെറയാണ് ജനറിക് നെയിം ആൻഡ് ഇൻഡിക്ക സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ജനറിക് നെയിമിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ജീനസ് എന്നും സ്പെസിഫിക് എപ്പിത്തറ്റിനെ നമ്മൾ സ്പീഷീസ് എന്നും പറയും. ആക്ച്വലി അതൊരു ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, പക്ഷേ എന്നാലും നമ്മൾ ജനറിക് നെയിം എന്ന് പറയുന്നത് ജീനസ് എന്ന് പറയും, സ്പെസിഫിക് എപ്പിത്തറ്റ് സ്പീഷീസ്. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ആരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നതെന്നറിയോ? ബൈനോമിയൽ നോമൻക്ലേച്ചർ പുള്ളിക്കാരൻ. ഇദ്ദേഹത്തിനെ അറിയാമോ? ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹമാണ് കാൾ ലിനിയസ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ടാക്സോണമി ഫീൽഡിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ലീനിയസിൻ്റെ ബുക്ക്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഒരു ബുക്കുണ്ട്, അതിൽ അദ്ദേഹം ഈ 2 കോമ്പണൻ്റ് വെച്ചിട്ട് ഈ ഒരു രീതിയിലായിരുന്നു, ഇത്തരത്തിലായിരുന്നു അദ്ദേഹം നോമൻക്ലേച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാന്റ്സിനെ. കാൾ ലിനിയസ്. ഓക്കെ, ഇനി നോമൻക്ലേച്ചർ തന്നെ ബൈനോമിയൽ ഉണ്ടെന്ന് പറഞ്ഞു, ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നോമൻക്ലേച്ചർ തോന്നിയ പോലെ ഇടാൻ പറ്റുമോ? തോന്നിയ പോലെ പേരിടാൻ പറ്റുമോ? നമുക്കൊക്കെ നമ്മുടെയൊക്കെ പേര് അങ്ങനെ ഇഷ്ടം പോലെ ഇടാൻ പറ്റും ഇല്ലേ? നമുക്ക് അർത്ഥം നോക്കുകയൊന്നും വേണ്ട. പക്ഷേ ഈ നോമൻക്ലേച്ചർ ഓർഗാനിസത്തിന് ഒരു സയൻറ്റിഫിക് നെയിം കൊടുക്കുമ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. സയൻറ്റിഫിക് നെയിം എഴുതുവാണെങ്കിലും കുറച്ച് റൂൾസ് ഉണ്ട്, അല്ലാതെ സയൻറ്റിഫിക് നെയിം അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഈ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ സയൻറ്റിഫിക് നെയിം. ഓക്കെ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ലാറ്റിനിലാണ് ബയോളജിക്കൽ നെയിംസ് എഴുതുന്നത്, അതായത് ലാറ്റിൻ വേർഡാണ്. ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്, നമ്മൾ എഴുതുമ്പം ഇറ്റാലിക്സ് നമ്മൾ കീബോർഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, ഇറ്റാലിക്സ് ആക്കാൻ പറ്റും. കാറ്റടിച്ച് ചെരിഞ്ഞ പോലെയുള്ള എഴുത്താണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. ലാറ്റിൻ. വൈ വി ആർ യൂസിങ് ലാറ്റിൻ ഫോർ ഗിവിങ് നെയിംസ്, ഫോർ ഗിവിങ് സയൻറ്റിഫിക് നെയിംസ്? എന്തിനായിരിക്കും നമ്മൾ ലാറ്റിൻ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ലാറ്റിൻ ഇസ് എ ഡെഡ് ലാംഗ്വേജ്. ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. ഒരു ഡെഡ് ലാംഗ്വേജിൽ ഫെർദർ പ്രോഗ്രഷൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലൊക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം, വേർഡ്സിനൊക്കെ പുതിയ മീനിങ്സ് വരാം, പുതിയ മാറ്റങ്ങൾ വരാം.
പക്ഷേ ഒരു ഡെഡ് ലാംഗ്വേജിൽ ഇപ്പം അധികം ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു ലാംഗ്വേജിൽ ഒരിക്കലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവും, അതിൻ്റെ മീനിങ് ഉണ്ടാവും എന്നല്ലാതെ പുതിയതായിട്ട് ഫർദർ മാറ്റങ്ങളൊന്നും അതിന് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലാറ്റിൻ യൂസ് ചെയ്തത്. ഇത് മാത്രമല്ല, അന്നത്തെ കാലത്തൊക്കെ സയൻറ്റിഫിക് ലിറ്ററേച്ചേഴ്സ് ഒക്കെ ലാറ്റിൻ ആയിരുന്നു. എല്ലാ ബുക്സും ഒക്കെ ലാറ്റിനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ റെസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. ഒന്നെങ്കിൽ നമ്മൾ പേരിടുമ്പോൾ ലാറ്റിനൈസ് ആക്കും, അതിൻ്റെ മീനിങ് വെച്ചിട്ട് നമ്മൾ ലാറ്റിനിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഒരു ലാറ്റിൻ വേർഡ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ, എവിടെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആയിക്കോട്ടെ, ഭൂമിയിൽ എവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിക്കോട്ടെ, എവിടെയുള്ള ഒരു ഓർഗാനിസം ആയിക്കോട്ടെ, നമ്മൾ ലാറ്റിനാണ് എടുക്കുക. The first word in biological name represent the genus, while the second component denote the specific epithet. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജീനസ് എന്നാക്കിയേ. പിന്നെ സെക്കൻഡ് കോമ്പണൻറ്റ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ പഠിച്ചപ്പം നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ അത് പറഞ്ഞതാണ്. ആൻഡ് ദ തേർഡ് റൂൾ ഇസ് ബോത്ത് ദ വേർഡ്സ് ഇൻ ബയോളജിക്കൽ നെയിം വെൻ ഹാൻഡ് റിട്ടൺ നമ്മൾ കൈകൊണ്ട് എഴുതുവാണെങ്കിൽ ദേ ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നേരത്തെ ഞാൻ മാനിഹോട്ടെസ്കുലൻ്റ എഴുതിയപ്പം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തു അല്ലേ? സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തു. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ എഴുതുമ്പം സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ബിക്കോസ് ഞാൻ ഇറ്റാലിക്സ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ആ കാറ്റടിച്ച് ചെരിഞ്ഞിട്ടുള്ള വേർഡ്സ് അല്ല യൂസ് ചെയ്തത്, ഞാൻ എഴുതിയതാണ്. അപ്പോൾ നമ്മളതിനെ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ജനറിക് നെയിമിനെയും സ്പെസിഫിക് എപ്പിത്തറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഓർ പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ്, നമ്മൾ പ്രിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റാലിക്സിൽ മതി. ആൻഡ് ദിസ് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ദിസ് ഇസ് ടു ഇൻഡിക്കേറ്റ് ദ ലാറ്റിൻ ഒറിജിൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ എക്സാമ്പിൾ നോക്കിക്കേ, മാഞ്ചിഫെറ ഇൻഡിക്ക. എന്താ മാഞ്ചിഫെറ ഇൻഡിക്ക? മാംഗോ ആണല്ലേ മാഞ്ചിഫെറ ഇൻഡിക്ക. ഇത് ഇറ്റാലിക്സ് ആണ്, കുറച്ച് ചെരിഞ്ഞിട്ടുള്ളൊരു ലെറ്റേഴ്സ് ആണ്. ഇത് ടൈപ്പ് ചെയ്തതാണ്, പക്ഷേ ചെരിക്കാതെ ഇറ്റാലിക്സ് അല്ലാതെ എഴുതിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചതാണ്. എപ്പോഴാണെങ്കിലും സയൻറ്റിഫിക് നെയിം എഴുതുമ്പം ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ്സ് എ റൂൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ സയൻറ്റിഫിക് നെയിം തെറ്റായിട്ട് എഴുതി എന്നാണ് കണക്കിലെടുക്കുക. ആൻഡ് ദ ഫോർത്ത് റൂൾ ഇസ് the first word denoting the genus starts with a capital letter while the specific epithet starts with a small letter. എല്ലാവരുടെ പേര് എഴുതുമ്പോഴും നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്ററിലല്ലേ എഴുതുക? അതല്ലേ ഒരു വൃത്തി, അതാണ് കറക്റ്റ്. എൻ്റെ പേര് അതുല്യ, എൻ്റെ പേരിൽ ആദ്യത്തെ അക്ഷരം എ ഞാൻ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടല്ല എൻ്റെ പേര് എഴുതുക. ആരുടെ പേരായിക്കോട്ടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുക. അതുപോലെ സയൻറ്റിഫിക് നെയിമും നമ്മൾ ആദ്യത്തെ വേർഡിലെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലാണ്. ആൻഡ് സെക്കൻഡ് കോമ്പണൻ്റ്, അതായത് നമ്മുടെ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്മോൾ ലെറ്ററിലേ തുടങ്ങാവൂ, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങാൻ പാടില്ല. സോ ഇറ്റ് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് വിത്ത് എക്സാമ്പിൾ ഓഫ് മാഞ്ചിഫെറ ഇൻഡിക്ക. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. M is a capital letter and I is a small letter. And there is a fifth rule, and actually it is not considered as a rule. നമ്മൾ റൂളായിട്ടൊന്നും പറയുന്നില്ല. ഓതറിൻ്റെ പേര് എഴുതുകയാണെങ്കിൽ എപ്പോഴൊന്നും എഴുതാറില്ല സയൻറ്റിഫിക് നെയിമിൽ. എപ്പോഴൊന്നും പണ്ടത്തെ സയൻറ്റിഫിക് നെയിംസിലൊന്നും അധികം ഓതേഴ്സിൻ്റെ പേര് കൊടുക്കാറില്ല. പക്ഷേ കൊടുക്കുകയാണെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷമാണ് ഓതറിൻ്റെ പേര് കൊടുക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ് പേര് അങ്ങോട്ട് അടിച്ച് കയറ്റിയിടാൻ പാടില്ല, ചുരുക്കണം. നമ്മളതിനെ ചുരുക്കിയിട്ടാണ് എഴുതുന്നത്. മാഞ്ചിഫെറ ഇൻഡിക്ക നോക്കിക്കേ, മാഞ്ചിഫെറ ഇൻഡിക്ക. ഇതിപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു തരാം. ഇറ്റാലിക്സ് ആണ്, പക്ഷേ ഡോണ്ട് മൈൻഡ് ഇറ്റ്. എഴുതിയതാണെങ്കിൽ മാഞ്ചിഫെറ ഇൻഡിക്ക സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. എന്നാൽ ഓതറിൻ്റെ പേര് അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ലിന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്, ലിൻ എന്ന് വെച്ചിട്ട് തുടങ്ങിയിട്ട്. നമ്മൾ കുറച്ച് മുന്നേ കുറച്ച് മുന്നേ ഈ പുള്ളിക്കാരൻ്റെ ഈ ലിന്നാണ് ആ ലിന്ന്, ഇതാണ് ദത്. ഓക്കെ, അതായത് ലിനിയസിൻ്റെ അബ്രിവിയേറ്റഡ് ഫോമാണ്. നമ്മൾ വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ചുരുക്കണം, അബ്രിവിയേറ്റ് ചെയ്യണം. ലിനിയസിൻ്റെ അബ്രിവിയേറ്റഡ് ഫോമാണ്. അതായത് എന്താ പറഞ്ഞത്, മാഞ്ചിഫെറ ഇൻഡിക്ക നമ്മുടെ മാംഗോയ്ക്ക് പേര് നൽകിയിട്ടുള്ളതും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും നമ്മുടെ കോൾ ലിനിയസ് ആണ്. ലിൻ ഡോട്ട്, ലാസ്റ്റ് ഒരു ഡോട്ടും കൊടുക്കണേ. കാരണം എന്താ, ഇത് അബ്രിവിയേറ്റഡ് ഫോമാണ്, കംപ്ലീറ്റ് വേർഡല്ല. അപ്പം അത്രയാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. നമ്മുടെ നോമൻക്ലേച്ചറിൻ്റെ റൂൾസാണ് ഈ 4 റൂൾസും. പിന്നെ 5ാമതൊരു ഒഫീഷ്യലി റൂൾ അല്ലാത്തൊരു സംഭവം. നെക്സ്റ്റ്
നോമൻക്ലേച്ചർ കഴിഞ്ഞു. ഇനി അതിനൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. നമ്മൾ പഠിച്ചു തുടങ്ങണമെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും? എവിടെ നിന്ന് തുടങ്ങും? കടലിൽ നിന്ന് വെള്ളം കോരി അപ്പുറത്ത് കൊണ്ട് ഒഴിക്കുന്ന മാതിരി ഉണ്ടാവും. എവിടെ നിന്ന് തുടങ്ങുമല്ലേ? തീരാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പഠിക്കാനൊരു എല്ലാവർക്കും ഓരോ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. പരീക്ഷേൻ്റെ തലേന്നൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് കടൽ പോലെ കിടക്കും. പക്ഷെ കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ എന്താക്കും? സ്റ്റഡി പ്ലാൻ വെച്ച് ഇന്നത് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഏകദേശം കോമൺ ആയിട്ട് വരുന്നതാണ്, അതൊക്കെ ഇപ്പോൾ പഠിക്കുക എന്നൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഈ ഓർഗാനിസത്തിനൊക്കെ പറ്റി പഠിക്കാൻ നേരം നമുക്ക് കുറച്ച് എളുപ്പമാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും അവരുടെ സിമിലാരിറ്റീസ് വെച്ചിട്ട് അവരുടെ ഡിസിമിലാരിറ്റീസും സിമിലാരിറ്റീസും കൺസിഡർ ചെയ്തിട്ട് ഓരോരോ ഗ്രൂപ്പാക്കും. ആൻഡ് this process is known as classification. Classification is the grouping of organism into convenient categories based on some easily observable characters. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ടാക്സ. നമ്മൾ ഈ ഗ്രൂപ്പ് ആക്കുമല്ലോ, എന്ത് ഗ്രൂപ്പാണോ ആക്കുന്നത്, ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ടാക്സ എന്ന് വിളിക്കാൻ പറ്റും. ടാക്സ ഇസ് എ പ്ലൂറൽ ഫോം ആൻഡ് ടാക്സോൺ ആണ് അതിൻ്റെ സിംഗുലർ എന്ന് പറയുന്നത്. ഇവരെയൊക്കെ നമുക്ക് ടാക്സ എന്ന് വിളിക്കാം. ഇതെന്താണ്? വീറ്റ് ആണല്ലേ, വീറ്റാണിത്. ഇതെന്താണ്? കാറ്റ്സ്, ഡോഗ്സ്. ഈ വീറ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സോണാണ്. കാറ്റ്സ് എന്ന് പറയുന്നത് ടാക്സോണാണ്. ഡോഗ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സോണാണ്. ഇവരെല്ലാവരെയും നമുക്ക് ടാക്സ എന്ന് പറയും. ഇവർ ഓരോരോ ഗ്രൂപ്പ്സ് ആണല്ലോ. നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ഗ്രൂപ്പാക്കി മാറ്റുന്നു. ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ടാക്സ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ഇസ് ടാക്സോണമി. ടാക്സുമായിട്ട് കുറേ റിലേറ്റഡ് ആയിട്ടില്ലേ? അതാണ് ലിറ്ററലി അങ്ങനെ തന്നെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. അവരുടെ പ്രത്യേകതകൾ വെച്ചിട്ട് നമ്മൾ ഓരോരോ ലിവിങ് ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യുന്നു. ആൻഡ് ദിസ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഇസ് നോൺ ആസ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് സയൻസിലെ വലിയൊരു വൈഡായിട്ടുള്ളൊരു ബ്രാഞ്ചാണ്. ഇപ്പോഴും നല്ല സ്കോപ്പുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ടാക്സോണമി എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഡിഗ്രിക്കൊക്കെ പോവുകയാണെങ്കിൽ ബയോളജി ബേസ്ഡ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ടാക്സോണമി ഒക്കെ പഠിക്കാനുണ്ടാവും കുറച്ച്. ബേസിക്സ് ഓഫ് ടാക്സോണമി. ടാക്സോണമിക്ക് കുറച്ച് ബേസിക്സ് ഉണ്ട്. ഓക്കെ. ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഒന്ന്, ക്യാരക്ടറൈസേഷൻ. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക. ഇതിനെയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മളതിന് പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മൾ കുറച്ച് മുന്നേ ഐഡൻറ്റിഫിക്കേഷൻ പഠിച്ചതല്ലേ, അത് തന്നെയാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യണം. അതിന് റെസ്പെക്റ്റീവ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ആൻഡ് ഫൈനലി നമ്മളതിന് നെയിം കൊടുക്കണം. ഈ പ്രോസസ്സൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ന്യൂ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് അതിന് പേര് കൊടുക്കുന്ന സ്റ്റെപ്സ് ആണ് ഇതൊക്കെ. അല്ലാതെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് നമ്മൾ വേണമെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ നമുക്ക് ലിറ്ററേച്ചേഴ്സ് മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ നോക്കാം, എന്നിട്ട് അതിൻ്റെ പേര് കണ്ടുപിടിക്കാം, അതിൻ്റെ ക്ലാസ്സസൊക്കെ സ്റ്റഡി ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രോസസ്സായിരിക്കും. പക്ഷേ നമ്മളൊരു പുതിയതായിട്ട് നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പശ്ചിമഘട്ടത്തിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ പുതിയ പുതിയ ഓർഗാനിസം, പുതിയ തവളാനൊക്കെ കണ്ടുപിടിച്ചു, പുതിയ പ്ലാന്റ് സ്പീഷീസ് കണ്ടുപിടിച്ചു, അവർ ഇന്ന ആൾക്കാർ ഡിസ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ തന്നെ അത് ഈ ടാക്സോണമി ഫീൽഡിൽ വരുന്നതാണ്. പുതിയൊരു ഓർഗാനിസം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിനെ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്ന ഒരു ഓർഗാനിസം ഇതുവരെ എക്സിസ്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പുതിയൊരു സ്പീഷീസ് ആയതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പഠിക്കാനുണ്ട്. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നല്ല, എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എന്താണ് സ്പീഷീസ് എന്നൊക്കെ. നെക്സ്റ്റ് ഇസ് സിസ്റ്റമാറ്റിക്സ്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്നൊക്കെ പറയില്ലേ, ചില കുട്ടികൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും, പക്കയായിരിക്കും അവരുടെ പ്രോസസ്സൊക്കെ, അവർ ചെയ്യുന്നതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫെക്റ്റ്ലി നീറ്റ്ലി ആയിരിക്കും. സിസ്റ്റമാറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, ദെയർ ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം. അവരുടെ
ഡൈവേഴ്സിറ്റിയും അവരുടെ റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരെ നോക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അവരുടെ ക്യാരക്ടേഴ്സും സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വരെ കൺസിഡർ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, ദ ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം. ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസ് വരെ ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ ഇവല്യൂഷൻ, അതായത് നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ, അവരുടെ മുത്തശ്ശൻ എന്ന് പറഞ്ഞ് നമ്മൾ എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നൊക്കെ സിസ്റ്റമാറ്റിക്കലി പഠിച്ചു വരുന്ന ഒരു ഫീൽഡ് സിസ്റ്റമാറ്റിക്സ്. അതെന്ന് പറയുന്നത് നമ്മുടെ ടാക്സോണമിയുടെ ഒരു ഭാഗം തന്നെയാണ്. ക്ലാസിഫിക്കേഷനൊക്കെ ഇല്ലേ, ടാക്സോണമിയുടെ മെയിൻ ഒരു ഭാഗം തന്നെയാണ് ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊരു ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ്. ഓക്കെ, സിസ്റ്റമാ നാച്ചുറി ഇതാണ് ബുക്കിൻ്റെ പേര്. സിസ്റ്റമാറ്റിക്സ് ആയിട്ടൊരു റിലേഷൻ ഇല്ലേ, സിസ്റ്റമാ നാച്ചുറി. ഇത് ആര് എഴുതിയതാണ്? ബുക്കിൽ എവിടെ തപ്പിയാലും നമുക്ക് കാണുക ആര് എഴുതിയതാ, ഓതർ എവിടെയാ? ഏറ്റവും മുകളിൽ നോക്കിക്കേ, ഏറ്റവും മുകളിൽ ആരാണ് ഓതർ? ഇതിനൊക്കെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞു കൊളാക്കുന്നില്ല. ലിൻ എന്ന് കണ്ടില്ലേ? ലിൻ എന്ന് പറയുന്നപ്പോൾ നമ്മൾ 3ാമത്തെ തവണയാണല്ലേ ലിന്ന് പഠിക്കുന്ന. ലിനിയസിൻ്റെ അബ്രിവേറ്റഡ് ഫോം ആണല്ലോ ലിന്ന്. കാൾ ലിനിയസ് എഴുതിയിട്ടുള്ള ബുക്കാണിത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കാൾ ലിനിയസ് ആണ്. അദ്ദേഹം തന്നെയാണ് ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസും ഒക്കെ സ്റ്റഡി ചെയ്ത് ഓർഗാനിസത്തിനെ ഗ്രൂപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ലെറ്റ്സ് റിവൈസ്. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ? ആദ്യം ഏതാ പഠിച്ചത്? അത് നമ്മൾ ഡൈവേഴ്സിറ്റി ഒക്കെ പഠിച്ചു. പിന്നെ അതിനെ പറ്റിയിട്ട് ക്ലാസിഫിക്കേഷൻ അല്ല, നമ്മൾ തുടക്കത്തിൽ പഠിച്ചത് ബയോഡൈവേഴ്സിറ്റി, പിന്നെ നോമൻക്ലേച്ചർ. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ബയോഡൈവേഴ്സിറ്റിയിൽ തുടങ്ങാം. ബയോഡൈവേഴ്സിറ്റി പഠിച്ചു. ബയോഡൈവേഴ്സിറ്റി എന്താ? ഇങ്ങനെ നമ്മൾ പഠിച്ച സാധനങ്ങളെ നോട്ട് ചെയ്യുമ്പോൾ ഇതിലെവിടെയെങ്കിലും നമുക്ക് അറിയാതെ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്തിൻ്റെങ്കിലും ഒരു ഡെഫിനിഷൻ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരിക്കലും നമ്മൾ കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കുകയാണെങ്കിൽ ഒരു ലൈൻ പോയാൽ ബാക്കി മുഴുവൻ നമ്മളെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് നമ്മുടെ വേർഡ്സിൽ എഴുതാൻ നോക്കുക. ഒരു റൂളോ ഒരു ലോയോ ഒക്കെ എഴുതുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ എന്താണോ ആ ലോയിൽ പറയുന്നത് ആ ടേംസ് തന്നെ യൂസ് ചെയ്യുക. ആ ഒരു ലോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ലൈൻ ബൈ ലൈനായിട്ട് പഠിക്കുക. പക്ഷേ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കാര്യം, ബയോളജിയിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഡെഫിനിഷൻസ് ഒക്കെയാണ് വരുന്നത്. അതെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതെന്താണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും, എഴുതി ഫലിപ്പിക്കാൻ പറ്റും. അതാണ് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് എന്നിട്ട് ഫ്രം ദ സ്റ്റാർട്ട് അങ്ങനെ തുടങ്ങണം. എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം, എന്നിട്ട് പഠിക്കണം, എന്നിട്ട് മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കണം. ബയോഡൈവേഴ്സിറ്റി കഴിഞ്ഞാൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ പഠിച്ചു. ബൈനോമിയൽ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഐഡൻറ്റിഫിക്കേഷൻ പഠിച്ചു. പിന്നെ നോമൻക്ലേച്ചറിൽ തന്നെ ICBN ICZN പഠിച്ചില്ലേ? ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറും ആൻഡ് ICZ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചറും. ആൻഡ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ആക്കട്ടെ, എഴുതിണ്ടാക്കും നേരം. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാക്സ് എന്താണെന്ന് പഠിച്ചു. ടാക്സോൺ ഞാൻ അന്നേരം പറഞ്ഞു. സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ? അതല്ലേ? ടാക്സോണമി റൂൾസ് പഠിച്ചിട്ടില്ലേ? ടാക്സ ആൻഡ് ടാക്സോണമി നോക്കാം. ടാക്സ് ആൻഡ് ടാക്സോണമി. പിന്നെ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ, അത് ആ കൂട്ടത്തിൽ അങ്ങോട്ട് എടുക്കുക. ആൻഡ് ടാക്സോണമി കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിൻ്റെ ഏറ്റവും കോർ എന്ന് പറയാൻ പറ്റുന്ന കാര്യത്തിലേക്ക് കടക്കുന്നത്. അതായത് നമ്മളൊരു സയൻറ്റിഫിക് നെയിം കേൾക്കുമ്പോൾ ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
എന്നാലും എന്താണ് ജനറിക് നെയിം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത്, എന്താണ് സ്പെസിഫിക് എപ്പിത്തറ്റ്, എന്തുകൊണ്ടാണ് ചില ഓർഗാനിസത്തിന് സിമിലർ ആയിട്ടുള്ള പേരുകൾ വരുന്നത്, ചില ഓർഗാനിസത്തിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത പേരുകൾ വരുന്നു. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സൊളാനം ഇവിടെ എഴുതിയാൽ പറ്റില്ല, എവിടെ എഴുതുക, ഇവിടെ എഴുതട്ടെ. സൊളാനം ടോർവം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, സൊളാനം ട്യൂബറോസം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. നമുക്ക് ഡൗട്ട് വരില്ലേ, ഇവർക്ക് രണ്ടുപേർക്കും സൊളാനം എന്ന് പറഞ്ഞു. സൊളാനം എസ് ഡോട്ട് എന്ന് പറഞ്ഞ സൊളാനത്തിൻ്റെ ഷോർട്ടാക്കിയിട്ടതാണ്. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പേര്. ഇനി ഞാൻ വേറെ തന്നെ മാഞ്ചിഫെറ ഇൻഡിക്ക വേണ്ടല്ലേ, കേട്ട് മടുത്തുണ്ടോ. ഹിബിസ്കസ് ആയാലോ, വേണ്ട, മാലസ് ആയിക്കോട്ടെ, മാലസ് പൂമില. ഇതെന്താ, നമ്മുടെ ആപ്പിളാണ്. ഓക്കെ, മാലസ് ഈ പൂമില, ഇതൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം സയൻറ്റിഫിക് നെയിം കറക്റ്റ് ആണോ എന്നുള്ളത്, മാറിക്കൊണ്ടിരിക്കും കേട്ടോ. മാലസ് പൂമില ഇത് ആപ്പിളാണ്. ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്. എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? എന്തായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ പേരുകൾ തമ്മിൽ മാറാനുള്ള കാരണം? ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമി എന്താണെന്ന് നേരത്തെ നോക്കിയിട്ടില്ലേ, ഇനി ടാക്സോണമിക് കാറ്റഗറീസ്. ക്ലാസിഫിക്കേഷൻ ഇൻവോൾവ്സ് എ ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കി. ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം ആണ് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടേഴ്സ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല. ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ്, ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് എ ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ്. ഒരു സ്റ്റെപ്പല്ല, സീക്വൻഷ്യലായിട്ട് ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ് ആണ് ക്ലാസിഫിക്കേഷനിലുള്ളത്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പൂച്ചകൾ നീ ഈ ഗ്രൂപ്പിൽ, നീ മറ്റേ ഗ്രൂപ്പിൽ, അങ്ങനെ പെട്ടെന്ന് ഓരോ ഗ്രൂപ്പാക്കി എടുത്തതല്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പുകൾ തമ്മിൽ വേറൊരു ഗ്രൂപ്പ്, അവർ തമ്മിൽ വേറൊരു ഗ്രൂപ്പ്, എങ്ങനെയുള്ള ഒരു ഹയറാർക്കിയൽ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് വിളിക്കും. ഓരോ സ്റ്റെപ്പിനെയും നമുക്ക് റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് വിളിക്കാൻ പറ്റും. റാങ്ക് ഓർ കാറ്റഗറി, ഇവർ ഒന്നിച്ച് നമുക്ക് ഈ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയാം. റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി, ഇത് തന്നെയാണ് ടാക്സോണമിക് കാറ്റഗറി. ടാക്സോണമിക് ഹയറാർക്കിയിൽ വരുന്നതാണ് ടാക്സോണമിക് കാറ്റഗറീസ്. ഈ കാറ്റഗറീസ് മുഴുവൻ ഈ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ മൾട്ടി സ്റ്റെപ്പ് ആണല്ലോ. ഓരോരോ ഇതൊരു റാങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറി, ഇതൊരു കാറ്റഗറി, ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ് നടക്കുക. ഇതായിരിക്കും ഏറ്റവും ബേസ്. ഇത് കുറച്ച് ഹൈ ആയിരിക്കും, ഇതും കുറച്ച് ഹൈ ആയിരിക്കും. ഇങ്ങനെ മുകളിലോട്ട് പോകും തോറും ഹയർ ഗ്രൂപ്പായിരിക്കും, വലിയ ഗ്രൂപ്പ്, ഒരുപാട് ഓർഗാനിസം ഉള്ള. താഴോട്ട് വരും തോറും ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരും, അവർ തമ്മിലുള്ള സിമിലാരിറ്റി കൂടി വരും. ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരും, അവർ തമ്മിലുള്ള സിമിലാരിറ്റി കൂടി വരും. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓരോ റാങ്ക് അല്ലെങ്കിൽ ഓരോ കാറ്റഗറി. ഇതിനെ തന്നെ നമുക്ക് ടാക്സോണമിക് കാറ്റഗറി എന്നും പറയാൻ പറ്റും. ഇവിടെയല്ല, ടാക്സോണമിക് കാറ്റഗറി. ഈ ടാക്സോണമിക് കാറ്റഗറീസിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലല്ലേ. ടാക്സോണമിക് കാറ്റഗറീസ് ഞാൻ വലിച്ചു വാരി എഴുതിയാണ്. ഓക്കെ, ടാക്സോണമിക് കാറ്റഗറീസ്, ഇവരെല്ലാവരെയും കൂടി നമുക്ക് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാൻ പറ്റും. ടാക്സോണമിക് ഹൈറാർക്കി.